താമരശ്ശേരി 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷമാസിന്റെ മരണമല്ല, കൊലപാതകം. കൊന്നതും കൂടെയുള്ള 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. ഇതാണ് ഇന്ന് രാവിലത്തെ ഏറ്റവും ഹോട്ടെന്ന് തന്നെ പറയാം, രാവിലെ എഴുന്നേറ്റപ്പോ കണ്ട ന്യൂസാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഒരു വീഡിയോ എടുക്കണം, അതേപോലെ തന്നെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട്ടിൽ ഒരു കൊലപാതകം നടന്നു, അതിനെപ്പറ്റി സംസാരിക്കണം, അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. അതൊന്ന് പറയണമെന്ന് കരുതിയിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കാൻ വന്നത്. പക്ഷെ ആ ഒരു ട്രെൻഡിങ്ങിന് ഒരു സമയം കൊടുത്തില്ല. 3-4 ദിവസത്തിനകത്ത് തന്നെ അതിനെ അടിച്ച് മാറ്റിയിട്ട് അടുത്തൊരു വീഡിയോ വന്നു, അടുത്തൊരു കാര്യം വന്നു. ഇപ്പം ഇന്നിനിയും എന്നെ പോലുള്ള യൂട്യൂബേഴ്സിനും അതേപോലെ തന്നെ ന്യൂസിനും എല്ലാവർക്കും ഇനി ഒരു 2-3 ദിവസം ഇട്ട് അലക്കാനുള്ള ഒരു കണ്ടന്റായി അല്ലേ? അങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. സത്യമാണ്. അത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അടുത്തൊരു വിഷയം വരും, ഈ സാധനം നമ്മൾ മറക്കും. ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തുവാടേ ഇവിടെ നടക്കുന്നത്? എന്തു ഈ കേരളത്തിൽ നടക്കുന്നത്? മറ്റേ എല്ലാവരോടും ചോദിച്ചോട്ടെ, ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പുച്ഛം തോന്നുന്നു ഇതിനെപ്പറ്റി. ഒരു വലിയൊരു പുളകം കൊള്ളുന്ന രീതിയിൽ, അതേപോലെ തന്നെ നമ്മുടെ നാടിനെ പറ്റിയും കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയെ പറ്റിയൊക്കെ സംസാരിച്ചപ്പം നമുക്ക് വന്ന അഭിപ്രായം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ നാട് എന്ത് സുന്ദരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വരും. ഇന്നലെ തന്നെ വേറെ 1-2 സ്ഥലത്ത് പത്രത്തിൽ കിടക്കുന്ന കണ്ടു ഇതേ രീതിയിൽ. മരണം നടക്കാത്തതുകൊണ്ട് നമ്മളിപ്പോ ഇത് സെൻസിറ്റീവ് ആയതുകൊണ്ട് അത് വിട്ടുകളയുന്നതാണ്. അങ്ങനെ 1-2 പരിപാടികൾ നടന്നിട്ടുണ്ട്. ഇതിപ്പോ ഉടനെ എല്ലാവരും കുറെ വീഡിയോസിലൊക്കെ കമന്റും കാര്യങ്ങളൊക്കെ കണ്ടു. ലഹരിക്ക് അടിമപ്പെട്ടു, ലഹരി ലഹരി ലഹരി. ലഹരി വേണം, ലഹരി ഇല്ലാത്തതിന്റെ പ്രശ്നമാണിത്. കേൾക്കുമ്പം ചിലപ്പോ ഇപ്പൊ ഒരു രോക്ഷം കൊള്ളും, പക്ഷെ ലഹരി ഇല്ലാത്തതിന്റെ പ്രശ്നം തന്നെയാണ്. ഉള്ള ലഹരി വൃത്തികെട്ട ലഹരികളാണ്, അതാണ് പ്രശ്നം. മനുഷ്യനെ ജീവിപ്പിക്കുന്നതും മനുഷ്യനെ മുമ്പോട്ട് നടത്തുന്നതും എല്ലാം ലഹരിയാണ്. ആ ലഹരി പോസിറ്റീവായിട്ടുള്ള ലഹരി വേണം. അതായത് ഒരാള് ജനിച്ച് വളർന്ന ആ ടൈമില് അവന്റെ ഏറ്റവും ടേണിങ്, അവന്റെ പ്രിയപ്പെട്ടതോ അവന്റെ ലൈഫിലോട്ട് എങ്ങോട്ട് പോകുന്നു ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ സ്കൂള്, +2, കോളേജ്, ആ ഒരു ടൈം. അവൻ ആ സ്കൂളിൽ നിൽക്കുന്ന ടൈമില് അവന് ലഹരി വരേണ്ടത് ഒന്ന് അവന്റെ മാതാപിതാക്കളോടുള്ള സ്നേഹത്തോട്, അതേപോലെ തന്നെ മത്സരങ്ങൾ, കളികൾ, അങ്ങനെ കുറെ ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെ കുറെ കാര്യങ്ങളില്ലേ. ഞാനൊക്കെ പഠിച്ച ടൈമിൽ ക്രിക്കറ്റൊക്കെ അത്രയും ഭൂമായിട്ടിരിക്കുന്നത്, ആ ലഹരിയൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ പിന്നെ ഫുട്ബോൾ, അങ്ങനെ ഒരുപാട് കായിക മത്സരങ്ങളുണ്ട്. അതിനകത്തൊക്കെ ലഹരി കൊടുക്ക്. അതിനകത്തൊക്കെ അവരെ കൃത്യമായിട്ട് ലഹരി കൊടുത്തു കഴിഞ്ഞാൽ അവര് മറ്റേ ലഹരിയിലോട്ട് പോകും. ഒന്ന് ചിന്തിച്ചു നോക്ക്. പിള്ളേർക്ക് അവരാ വളർന്ന ടൈമില് അവർക്ക് എന്തുവാ സ്പേസ് കിട്ടുന്നേ? അവർക്ക് ആകപ്പാടെ കിട്ടുന്നേ ഫ്രണ്ട്സ് ഇല്ല, ഫ്രണ്ട്സിന്റെ അടുത്തോട്ട് വിടത്തില്ല. മറ്റേ അൽശേഷം പറ്റിയെ കൂട്ടിലിട്ട് വളർത്തുന്ന പോലെ അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് തിരിയരുതെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രായം വരെ വളർത്തും, എന്നിട്ട് അങ്ങോട്ട് തുറന്നു വിടും. അതിനെങ്ങോട്ട് പോകണമെന്നും അറിയത്തില്ല. അത് ഏതെങ്കിലും ഒക്കെ രീതിയിലോട്ട് പോകും. അന്നേരം അതിനെ മാടി 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 വിളിക്കാൻ കുറെ പേരുണ്ട്, അവര് വന്ന് വിളിച്ചോണ്ട് പോകും. അവ പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. മാതാപിതാക്കൾക്ക് ടൈമും ഇല്ല. ഇതാണ് പ്രധാന പ്രശ്നം. സോ സ്പേസ് ഇല്ലാത്തത്, അതായത് കൃത്യമായിട്ടൊരു ലഹരി അവന്റെ മനസ്സിൽ ജനറേറ്റ് ചെയ്യേണ്ട പ്രായത്തിൽ അത് അങ്ങനെ തന്നെ കൊടുക്കണം. അത് കളികളോടാണെങ്കിൽ കളികളോട്, അതിനെ കൃത്യമായി എഴുതാനുള്ള കഴിവുള്ളവനെ എഴുതാനുള്ള കഴിവിലോട്ട് വിടണം. പറയാനുള്ള കഴിവുള്ളവനെ, പ്രസംഗിക്കാൻ കഴിവുള്ളവനെ അത് കണ്ടെത്തി അതിനെ അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യണം. പല കുട്ടികളും എനിക്കറിയാം ഇപ്പം സ്കൂൾ കായികമേളയിലെ കാര്യത്തിലും ഒക്കെ പ്രൈസ് നേടിയിട്ട് പിന്നെ ആ രീതിയിലോട്ടൊന്നും തിരിയാത്ത പല പിള്ളേരും ഉണ്ട്. അവരെ ഒന്നും അതേപോലെ തന്നെ മത്സരങ്ങളിൽ ഫസ്റ്റ് അടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവര് കുത്തിയിരുന്ന് മെഡിക്കൽ, എഞ്ചിനീയറിങ്, അങ്ങനെ അത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് ഇതുകൊണ്ടാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അവന്റെ മനസ്സിലോ സ്ട്രെസ് കൊടുക്കുക. അന്നേരം അവന് മനസ്സ് ഉറക്കാൻ എടുക്കാനും പറ്റിയിട്ടില്ല. ഈ മരിച്ച പയ്യനുണ്ടല്ലോ, ഈ മരിച്ച പയ്യന് അവൻ അടി കിട്ടിയിട്ട് അവന് വീട്ടിൽ വന്നത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അവന്റെ മാതാപിതാക്കളോട് ഉണ്ടായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്ക്. അവനത് അന്നേരം തുറന്നു പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. അവനെ അന്നേരം തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ കൊണ്ടുപോയേനെ. പക്ഷെ അതുണ്ടായില്ല, അതുകൊണ്ടാണ് അവൻ മരണപ്പെട്ടത്. അപ്പൊ ആ ഒരു സ്പേസോ അവന് തുറന്നു പറയാൻ ആകെ കിട്ടുന്ന സ്പേസ് സോഷ്യൽ മീഡിയയും, പിന്നെ ഈ പറഞ്ഞ പോലെ അവന് ഇതെല്ലാം മറക്കാനും അവന് ഒരു എൻജോയ്മെന്റ് കിട്ടുന്ന ലഹരിയിലുമാണ്.
സോ അവൻ അതിലോട്ട് പോകും. പിന്നെ പണ്ട് ഞാനൊക്കെ കളിച്ചോണ്ടിരുന്ന കളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അന്നും വീഡിയോ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മാരിയോ പോലുള്ള ഗെയിമുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് നമ്മൾ ലക്ഷ്യങ്ങളിലോട്ട് കയറി കയറി പോകാനുള്ള ചവിട്ടുപടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നെ തേടിക്കുന്നത്. ഇപ്പോഴത്തെ ഗെയിമുകളിൽ എന്തുകൊണ്ടായിരിക്കുന്നത്? കില്ലിങ്, ഒള്ളി കില്ലിങ്. പബ്ജി ആണെങ്കിലും അതേപോലെ തന്നെ ഫ്രീ ഫയർ ആണെങ്കിലും എല്ലാം കില്ലിങ് ആണ്. അതിന്റെ വലിയ ടൂർണമെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. അതിനൊക്കെ എന്നാ പ്രൈസാ കൊടുക്കുന്നത്? അപ്പൊ പിള്ളേർ രാത്രി മൊത്തം ഇത് കണ്ടിട്ടാണ് അവരുടെ ആ ഒരു അവരുടെ സർഗശേഷി വളരേണ്ട പ്രായത്തിൽ അവര് വെടിവെച്ചുകൊണ്ട് നടക്കുക. ഇതാണ് നടക്കുന്നത്. അപ്പൊ പിന്നെ അവർക്ക് മനസ്സിലായി. മറ്റേ വെഞ്ഞാറമൂട്ടിലെ അവൻ തല തല്ലിയാണ് ഈ സ്വന്തം അനിയനെയും സ്വന്തം പെണ്ണിനെയൊക്കെ കൊന്നേ. അത്രയും തല്ലിക്കൊല്ലാലും അവന്റെ കൈ വിറയ്ക്കാത്തത് ഇപ്പോഴും അവൻ കൂളായിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടാ? അവന്റെ മനസ്ഥിതി അതാണ്, അവന്റെ ലഹരി അതാണ്. മനസ്സിലായോ? ആ ലഹരിയാണ് തെറ്റ്, അല്ലാതെ ലഹരി അല്ല തെറ്റ്. അത് ഏറ്റവും വലിയൊരു പ്രശ്നം, ആ ഒരു മൈൻഡ് സെറ്റ് വരുന്നത്. അതേപോലെ തന്നെ സിനിമയെ പറ്റി ഇപ്പൊ ഭയങ്കര ഒരു കോൺട്രവേഴ്സി നടത്തുന്ന ഒരു കാര്യമാണ്. സിനിമയാണ് ഇതിനകത്ത് കാര്യം. സിനിമ ഇതിനകത്ത് വലിയൊരു ഭാഗം തന്നെ ഉണ്ടെന്നേ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മാർക്കോ എന്ന് പറഞ്ഞ പടം കണ്ടു. അത് കണ്ടപ്പം എനിക്ക് രോമാഞ്ചം വന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നമുക്ക് കുറച്ചുകൂടെ പ്രായമുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവുന്നതുകൊണ്ട് നമുക്കത് ഓക്കെ, ജസ്റ്റ് സിനിമ എന്ന് ചിന്തിക്കാൻ പറ്റി. പക്ഷെ ആ കൊല്ലുന്നത് അത്രയേ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ കൊച്ചു മനസ്സിലോട്ട് കുത്തി കയറി കഴിയുമ്പോ എന്തുണ്ടാവുന്നേ? അവര് ചിന്തിക്കും ഇത് സിനിമ മാത്രമല്ലെന്ന്. കുറെ അവന്മാരിന്ന് ന്യായീകരിക്കും, അവര് സിനിമയല്ല, അത് സിനിമയാണെന്ന് ചിന്തിച്ചൂടെ എന്ന്. ഒരു കുന്തമല്ല. ഈ വെളിയിൽ ഇപ്പൊ ഈ ഹോളിവുഡിലാന്നേലും ബോളിവുഡിലാന്നേലും ഒക്കെ നടക്കുന്ന സിനിമകളുണ്ടല്ലോ, അത് കണ്ടിട്ട് എത്രയോ പേര് മറ്റേ കൊല്ലാനും എടുക്കാനും 17 വയസ്സുള്ളവനൊക്കെ തോക്കും എടുത്തോണ്ട് പോയി വെടിവെച്ച് കൊല്ലുന്ന 50 പേരെ 100 പേരൊക്കെ കൊല്ലുന്ന കേസുകളുണ്ട്. 100 പേരെ കൊന്നിട്ട് ഹിറ്റായ പാൻ ഇന്ത്യ സിനിമകളല്ലേ ഉള്ളൂ ഇപ്പൊ ഇറങ്ങിയേക്കുന്നത്. 100 പേരെയൊക്കെ നായകൻ ഇടിച്ചും കൊന്നും കൊല വിളിച്ചും കൊടന്മാരെയൊക്കെ വെളിയിലെടുത്തും ഒക്കെ കാണിക്കുന്ന സിനിമകൾ മാത്രമേ ഇപ്പൊ വിജയിച്ചിട്ടുള്ളൂ. പണ്ടത്തെ പോലെ ഏതെങ്കിലും സിനിമ വിജയിക്കുന്നുണ്ടോ? നോർമലി ഉള്ള കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു സിനിമ പോട്ടെ. ഇപ്പം പാട്ടുകളിൽ എന്തുമാത്രം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പഴയ രീതിയിലുള്ള കാമായിട്ടുള്ള പാട്ടുകൾ ഇപ്പൊ ഉണ്ടോ? ഈ റാപ്പ് സോങ്ങിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. മീൻസ് നല്ല നല്ല കാര്യങ്ങൾ പറയുന്ന നല്ല നല്ല റാപ്പ് സോങ് ഉണ്ട്. പക്ഷെ മോശമായ കാര്യങ്ങൾ അതേ രീതിയിൽ മോശമായി കാണിക്കുന്നുമുണ്ട്. അവരുടെ പറയുന്ന രീതിയിലും കാര്യത്തിലും ഒക്കെ എല്ലാത്തിലും ഒരു എന്താ ഭയങ്കര വയലന്റ് ആയിട്ടുള്ള രീതിയാണ്. ഞാൻ അതിനെ അടച്ചാക്ഷേപിക്കുന്നില്ല, അതിൽ നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ കൂടുതലും മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ ഒരു കാമായിട്ട് ഒന്നിനെ നേരിടാൻ പറ്റുന്നില്ലെന്നേ. എങ്ങോട്ട് തിരിഞ്ഞാലും ആ ഒരു വയലന്റ് ആയിട്ടുള്ള ചോരയുടെ അല്ലെ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനാണ് ഇവനൊക്കെ കാമായിട്ട് സ്വന്തം അപ്പനോടും അമ്മയോടും വരെയൊക്കെ ഈ രീതിയിൽ ചെയ്യാനും? കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോക്കകത്ത് പറയുന്ന കേട്ട് ഒരമ്മ പബ്ലിക്കായിട്ട് പറയാണ്, എനിക്ക് എന്റെ മോന്റെ കൂടെ പണ്ട് കിടക്കാൻ പറ്റുമായിരുന്നു, ഇപ്പൊ കിടക്കാൻ പേടിയാണ്. അങ്ങനെയൊക്കെ ഇവരെ ചിന്തിപ്പിക്കുന്ന ലെവലിലോട്ടും സത്യമല്ലേ? എനിക്കറിയത്തില്ല ഇതിനൊക്കെ എന്തോ പറയേണ്ടതെന്ന്. ഇതിനൊക്കെ പറയേണ്ട കറക്റ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് ഇതിനകത്ത് വലിയൊരു പാർട്ടാണ്. പേരൻസ് കാണിക്കുന്നത് തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്. അവര് പൈസ ഉണ്ടാക്കാനും എടുക്കാനും അവരെന്തോ ചിന്തിക്കുന്നത്, ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കുക, എല്ലാം ആവശ്യമുള്ളതെല്ലാം കൊടുക്കുക, കഴിഞ്ഞു. എന്നിട്ട് അവരുടെ ഇഷ്ടം പോലെ ഒരു കോഴ്സ് പഠിപ്പിക്കുക, വിടുക, അവൻ ജീവിച്ചോണം, ഇല്ലെങ്കിൽ അവൻ തെറ്റുകാരൻ. നിങ്ങൾ വളർന്ന സാഹചര്യം അല്ലെന്നേ. അവനൊരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലല്ല, അവന് ചുറ്റും ഫ്രണ്ട്സ് ഇല്ല. അവന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഫ്രണ്ട്സ് ആണ്, ഓൺലൈൻ ഗെയിംസ്, ഓൺലൈൻ കാര്യങ്ങളെല്ലാം ഓൺലൈനാണ്. അതായത് അവൻ വളർന്നുകൊണ്ട് വരുന്ന സ്റ്റഡീസ് കാലഹരണപ്പെട്ട ഒരു സിലബസിലൂടെയാണ് അവൻ പഠിച്ചു വളരുന്നത്. മനസ്സിലായോ? അതായത് ഈ ജനറേഷന് പറ്റിയ ഒരു കാര്യവും പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ മാവ് വീഴുമ്പോ അമ്മതൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു കവിതയുണ്ട്. ആ കവിത കേട്ട് വളർന്ന് എന്റെയൊക്കെ കാലഘട്ടത്തിൽ മുറ്റത്തോട്ടിറങ്ങിയിരിക്കുമ്പോ നോക്കുമ്പോ മാവ് ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെ ഉണ്ട് മാവ്? അതാണ് പഠിപ്പിക്കുന്നത് ശരി തന്നെയാണ്. പക്ഷെ ആ പഠിക്കുന്ന സാധനം അവന് വിഷ്വലി കാണാനോ അല്ലെങ്കിൽ അറിയാനോ അവന് ഫീൽ ചെയ്യാനോ ഉള്ള ഒരു കുന്തോ ഇല്ല.
അപ്പൊ ആ സിലബസ് ഔട്ട്ഡേറ്റഡ് ആയി. ആ സാധനം മാറ്റിയിട്ട് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുക, പുതിയ കാര്യങ്ങളിലൂടെ അവനെ സ്നേഹം പഠിപ്പിക്കുക. സ്നേഹിക്കേണ്ട എങ്ങനെയാണെന്നും കരുണ എങ്ങനെയാണെന്നും അല്ലെ മറ്റുള്ളവരുടെ ഫീലിങ്സ് എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്നും അവരെ അങ്ങനെ പഠിപ്പിക്കണം. ആ രീതിയിൽ സിലബസ് മാറണം. ഈ തരത്തിലുള്ള സിനിമകൾ ഒഴിവാക്കണം. പേരന്റിങ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്, പേരന്റിങ് വളരെ മോശമാണ്. പേരന്റിങ് നല്ല രീതിയിൽ വന്നേ പറ്റുള്ളൂ. അതിന് അച്ഛനോ അമ്മയ്ക്കോ സമയം വേണം. പൈസ ഉണ്ടാക്കുന്നതിനെക്കാട്ടി അപ്പുറം അവർക്ക് സമയം ഉണ്ടാക്കാൻ പറ്റണം. കുട്ടികളോട് സംസാരിക്കാൻ പഠിക്കണം. നല്ല രീതിയിൽ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റണം. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ പറ്റണം. പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും മീൻസ് അവർക്ക് അങ്ങനെ സ്പേസ് കൊടുത്തെങ്കിൽ മാത്രമേ അവർ പറയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള മരണങ്ങൾ സംഭവിക്കും. ഇത് ഒഴിവാക്കണം. ഈ സമൂഹം അത് പറയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. അതായത് ഈ മുടി നീട്ടി വളർത്തിയവനും മറ്റേ എന്തോ മുടി നീട്ടി വളർത്തിയവനും ജീൻസ് കീറിയവനും അതേപോലെ ജീൻസ് താത്തിടുന്നവനും മുടി കളർ അടിച്ചവനും സ്പീഡുള്ള ബൈക്കിൽ നടക്കുന്നവനെയൊക്കെ കാണുമ്പോൾ അവൻ കഞ്ചാവാണ്. അല്ല, ഇപ്പൊ കഞ്ചാവല്ല, ഇപ്പൊ MDMA എന്നൊക്കെ പറയാൻ പഠിച്ചു. ഈ MDMA ആണ് എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തും. അപ്പൊ അവൻ എന്തോ ചിന്തിക്കുന്നത്? അവൻ ചിന്തിക്കുന്ന ഇത്രേ ഉള്ളൂ. അതായത് എന്തായാലും എന്നെ പറ്റി ഇങ്ങനെ പറയുന്നത്, എന്നാ പിന്നെ ഞാൻ ഇങ്ങനെ ആയിക്കൂടെ? അവൻ അങ്ങനെ തന്നെ ചിന്തിക്കും. സോ ആ സംഭവം അങ്ങ് ഒഴിവാക്കണം. നിങ്ങൾ ഇത് പറയുന്നതിനെക്കാട്ടി കൂടുതൽ മെയിനായിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താണെന്നൊന്ന് അറിയാൻ ശ്രമിക്കണം. അവന്റെ മനസ്സിൽ തൊടണം. അവന്റെ വ്യക്തിത്വം, അവന്റെ പാഷന കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ അന്നേരം അവനെ നമുക്ക് റൈറ്റ് വേയിലോട്ട് നടത്താൻ പറ്റും. അവൻ അങ്ങനെ ചിന്തിക്കില്ല. അവൻ പിന്നെ കഞ്ചാവാനോ MDMA ആവാനോ ഒന്നും ഉപയോഗിക്കാൻ അവൻ പോകത്തില്ല. ഇതങ്ങ് മുദ്ര കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പോവുള്ളൂ. ഈ സമൂഹത്തിന്റെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നൊന്ന് തിരിഞ്ഞാലും ഇടുന്നാലും ഒക്കെ കുറ്റം മാത്രം പറഞ്ഞിട്ട് അംഗീകരിക്കാൻ പഠിക്കാൻ പറ്റാത്ത വൃത്തികെട്ട സമൂഹം. ഈ കാര്യങ്ങളെല്ലാമാണ് ഇതിന് കാരണം. അല്ലാതെ മറ്റേ കുത്തിയിരുന്ന അവൻ കഞ്ചാവാണ്, അവന് MDMA ഉപയോഗിച്ചുകൊണ്ടാണ്, ലഹരി കാരണമാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പ്രോപ്പറായ ലഹരി കുട്ടികൾക്ക് കൊടുക്കുക. അന്നേരം ഇതിനൊരു മാറ്റം ഉണ്ടാവും. അല്ലാതെ ഇതിന് ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. അതിന് എല്ലാവരോടും ഒന്നിച്ച് നിന്നാലേ കാര്യം നടക്കുകയുള്ളൂ. അല്ലാതെ ഈ സെൻസിറ്റീവ് കണ്ടന്റ് ഇപ്പം ഒരു 4 ദിവസം നടത്തുന്നു, അത് കഴിയുമ്പം അടുത്തൊരു കണ്ടന്റ് വരുന്നു, അതിനെപ്പറ്റി സംസാരിക്കുന്നു, പോകുന്നു. ഈ പ്രവണത ഒഴിവാക്കുക. ദയവ് ചെയ്ത് നമുക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുവന്നേ മതിയാവുള്ളൂ. ഇത്ര നേരം ഇപ്പൊ ഇതിനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇടയ്ക്കൊക്കെ കുറച്ച് വികാരഭരിതമായിട്ടൊക്കെ സംസാരിച്ചു. അത് ചിലരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. വേദനിപ്പിച്ചാലും ഞാനിപ്പോ ആരോടും സോറി ഒന്നും പറയാനൊന്നും പോകുന്നില്ല. കാര്യം ഇത് കൊള്ളേണ്ടവർക്ക് കൊള്ളണമെന്ന രീതിയിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനകത്തില് എനിക്ക് ആഡ് ചെയ്യാൻ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അതായത് പണ്ട് ഞാനിപ്പോ ഒരു വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന ടൈമിലാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ വണ്ടി ഏതെങ്കിലും ഒരു ജീവിയുടെ പുറത്തോട്ടൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ദൈവമേ എന്നോട് ക്ഷമിക്കണേന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ പോകുമ്പോൾ ഒരു അമ്പലം കണ്ടാലോ ഒരു പള്ളി കണ്ടാലോ ഒക്കെ ഒന്ന് കുരിശ് വരയ്ക്കോ പ്രാർത്ഥിക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. ഇപ്പൊ എത്തിസ്റ്റുകളുടെ കാലമാണ്. എത്തിസ്റ്റുകളും എസ്തറ്റിക്കിന്റെ ഒക്കെ കാലമാണ്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചെയ്യുന്നത് ശരിയല്ല, ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ പറയും. ദൈവം ഉണ്ടോ ഇല്ലയോ അതിനെപ്പറ്റി നമ്മളിപ്പോ ഇവിടെ സംസാരിക്കുന്നില്ല. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഒരു പേടി, ഒരു ഭയം, ഇതൊക്കെ എന്തിനോടെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇതിപ്പോ അതൊന്നും ഇല്ലെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനോടാ പേടി ഉണ്ടാവുന്നേ? മാതാപിതാക്കളോട് പേടിയില്ല, അതേപോലെ തന്നെ അവരോടൊരു സ്നേഹമില്ല, അവരോടൊരു സ്പേസ് ഇല്ല, അതേപോലെ തന്നെ ദൈവങ്ങളോട് പേടിയില്ല, ഒന്നിനും പേടിയില്ലാത്തവന് ഇതെല്ലാം ഇതിന്റെ അപ്പുറം ചെയ്യാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെ ആലോചിക്കും തോറും ഇത് പോകുന്നത് വല്ലാത്തൊരു ഓപ്ഷനാണ്. ഞാൻ ഒരിക്കലും മുമ്പേ അത്രയും മാതാപിതാക്കളെ എല്ലാരും കുറ്റം പറഞ്ഞപ്പോഴും ഞാൻ ഇവരെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇവരെ അങ്ങനെ സ്വന്തമായിട്ടൊരു രീതിയിൽ ഇവര് തന്നെ അങ്ങോട്ടേക്ക് എത്തുന്ന ഒരു പ്രായമല്ല. അതുകൊണ്ട് അവരുടെ ചുറ്റുമുള്ള കാര്യങ്ങളാണ് മാറ്റേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം. അതായത് ലഹരി നല്ലതാണ്, നല്ല കാര്യങ്ങളിലൂടെ സ്പോർട്സ്, ആർട്സ്, സ്നേഹം, പ്രണയം ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ പഠിക്കാൻ, ജോലി നേടാൻ,
നല്ല ബിസിനസ്സുകൾ ചെയ്യാൻ, നല്ല രീതിയിൽ കാശുണ്ടാക്കാൻ, അങ്ങനെയുള്ള അങ്ങനെ ഓരോന്നിനോടും ഒരു ലഹരി ഉണ്ടാവണം. അങ്ങനെ ലഹരി ഉണ്ടായി കഴിഞ്ഞാൽ നന്നാവും. പിന്നെ ഇവരെ മറ്റേ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും മുദ്ര കുത്താതെ, കഞ്ചാവെന്നും MDMA എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്താതെ അവരെ ഒന്ന് സ്നേഹിക്കാൻ പഠിക്കുക. അവർക്ക് മനസ്സ് തുറന്ന് അവർക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള പേരൻസും റിലേറ്റീവ്സും നാട്ടുകാരും ബന്ധുക്കാരും ഒക്കെ അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിക്കണേ. അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിക്കാൻ നോക്കാം. പിന്നെ എന്താ ഈ പറഞ്ഞ പോലെ ഗെയിംസ് എന്തും ഇപ്പം ടർഫിൽ പോയി കളിക്കുന്ന അതിനും പൈസ കൊടുക്കണം. പൈസ കൊടുത്ത് മാത്രം ഉണ്ടാക്കേണ്ട ഒന്നല്ല കളിക്കളം. കളിക്കളങ്ങൾ കുറച്ചുകൂടെ ഇതാവാനും സർക്കാർ ശ്രമിക്കണം. പിന്നെ സിലബസ്, ഈ പഴഞ്ച സിലബസ് എടുത്ത് മാറ്റുക. അതിനകത്തുള്ള കൊടുക്കേണ്ട കണ്ടന്റുകൾ പുതിയതായ രീതിയിൽ ആവിഷ്കരിക്കാനും ആ രീതിയിൽ കൊടുക്കാനും ശ്രമിക്കുക. അവരെ ഒന്നൊന്ന് നമ്മൾ ആ കാലഘട്ടം മാറിയത് അക്സെപ്റ്റ് ചെയ്യാൻ ഇനിയെങ്കിലും ഒന്ന് ശ്രമിക്കുക. പൈസയുടെ പുറത്തും അതേപോലെ തന്നെ വിദേശത്തും ഒക്കെ ആയിട്ടുള്ള പേരൻസ്, നിങ്ങൾ ഇനി എത്ര പൈസ ഉണ്ടാക്കിയാലും നിങ്ങളുടെ മക്കളും നിങ്ങൾ ആഗ്രഹിച്ച പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ അവരുടെ ഇഷ്ടത്തിന്, സന്തോഷത്തിന്, സമാധാനത്തിന്, നമുക്ക് സന്തോഷം തരുന്നതായിട്ട് രീതിയിൽ അവർ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് സമയം കൊടുത്തേ പറ്റുള്ളൂ. 5ലും 6ലും പഠിക്കുന്ന കുട്ടിയുടെ മനസ്സിൽ അവന് ചിലപ്പോ IAS ഒക്കെ ആവാൻ അന്നേരം ആഗ്രഹം ഉണ്ടായിട്ട് 10ലായി കഴിയുമ്പോൾ അവന് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം 5ലും 6ലും ഒക്കെ വരുന്ന ടൈം വരെ അവരെ ഫ്രീ ആയിട്ട് വിടുക. അത് കഴിഞ്ഞിട്ട് തികച്ച സയന്റിഫിക് ആയിട്ടുള്ള രീതിയും ഒക്കെ അവരെ അനലൈസ് ചെയ്ത് അവർക്ക് കൃത്യമായി അവരുടെ കഴിവ് തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവും. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചെയ്യണം. ഇനി ഇതിനെപ്പറ്റി എനിക്ക് പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇനിയും ഈ അവസാനം പറഞ്ഞ കാര്യങ്ങളെ പറ്റി എത്ര വേണേലും ഞാൻ സംസാരിക്കാം. അത് ഇൻഡിവിജ്വലി, ഇനിയിപ്പോ ഒരു പേരന്റ് വന്ന് എന്നോട് വന്ന് എന്റെ കുട്ടിയുടെ താല്പര്യം തിരിച്ചറിയാം സഹായിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സഹായിക്കാനും എടുക്കാനും ഒക്കെ പറ്റും. അതിനെപ്പറ്റി പറയാനും എനിക്ക് പറ്റും. പക്ഷെ ഞാൻ ആദ്യം സംസാരിച്ച കണ്ടന്റുമായിട്ട്, അല്ലെങ്കിൽ ഇനി അതുപോലുള്ള കണ്ടന്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് ഇനിയും എനിക്ക് വരാൻ പറ്റാതിരിക്കട്ടെ, വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്ന് ഈ സമൂഹത്തോട് ഞാൻ അപേക്ഷിക്കുന്നു. ഇങ്ങനൊരു സംഭവം ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഇതിനെങ്കിലും മറ്റെല്ലാ പ്രശ്നം വരുമ്പോഴും ഒന്നിച്ചു നിൽക്കുന്ന മലയാളികളുടെ ആ ഒരു ഒത്തൊരുമ ഈ ഒരു വലിയൊരു വിപത്തിനെ, നമ്മുടെ നാടിനെ അപമാനകരമായ ഒരു വിപത്തിലോട്ട് പോകുന്നതിൽ നിന്ന് രക്ഷിക്കാൻ ആ ഒരു ഒത്തൊരുമ ഉണ്ടാവണമെന്നും നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.